കെട്ടിയമ്പലം അല്ലയോ? ഇന്ന് ഈ ഒക്ടോബർ 20 ദീപാവലി അല്ലയോ? 2025. എന്റെ പേര് ദീപായസ് പണിക്കറന്നല്ലയോ? എന്റെ അമ്മ വി കെ രത്നമ്മ. ഇവിടെ വേറെ ആരെങ്കിലും ആണുങ്ങളോ വല്ലതും വരുന്നുണ്ടോ രാത്രിയില്? രാത്രിയിലും പകലുമില്ല. രാവിലെ ആരാണ്ട് BJP നോട്ടീസ് അതേകൂടെ എറിഞ്ഞത് ഇങ്ങോട്ട്. എന്തുവാ എന്റെ ക്യാമറ എല്ലാം ഇപ്പൊ ഓഫ്ലൈൻ ആയിക്കൊണ്ട് ഞാൻ വേറെ എങ്ങാണ്ടെന്നൊക്കെയുള്ള ഡ്രാമകൾ ഉണ്ടാക്കുന്നുണ്ട് ഇവന്മാര്. ഞാൻ എവിടെയെങ്കിലും പോയോ? ഇവിടെ എന്റെ വീട്ടിലല്ലയോ? സദയ മന്ദിരത്തിലല്ലയോ? എന്താ ഇവന്മാര് പിന്നെ കഥകൾ ഉണ്ടാക്കിയാ പിന്നെ പറയണ്ടായോ? എവിടെ പോകുന്നു നമ്മള് രാത്രിയിൽ? ഇവിടെ ആവശ്യത്തിനുണ്ടെങ്കിൽ പകല് പോകുന്നത് കടയിൽ പോകാന്. ഇവിടെ എന്തുവാ ആരെങ്കിലും കല്യാണം കഴിച്ചു? ഞാൻ ആരാന്റെ കല്യാണം കഴിച്ചു ഇവിടെ കാണാം. മോഹൻ സിംഗ് എന്ന് പറയുന്നവന്റെ കാറാ ഇത്, മനസ്സിലായോ? പിന്നെ എന്തുവാ എനിക്ക് മുക്കുമിനെ അല്ലേ അറിയത്തുള്ളൂ ഡൽഹിന്നുള്ള. മുക്കുമല്ലേ ഇവിടെ വരുന്നത്, അല്ലാതെ വേറെ വല്ലവരും വരും ഇവിടെ? പിന്നെ ആരും അത് കഴിഞ്ഞ് ഇവിടെ ഒന്നും ആരും വന്നില്ലല്ലോ. ഇവിടെ കല്യാണം കഴിക്കുന്നെങ്കിൽ മുക്കുമിനെ കല്യാണം കഴിക്കുന്നത്, അല്ലാതെ വേറെ ആരെയല്ല. ഇവന്മാര് കുറെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കും. വടക്കേലെ ഒരാളുണ്ട്, അവർക്ക് ആ രോഗമെല്ലാം അത് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഇതാ എന്റെ വീട്, മനസ്സിലായോ? അതറിയത്തില്ല അവർക്ക് എന്തുവാ രോഗം. സൽപ്പകവല്ലി എന്ന് പറയുന്നവന് സുബ്രഹ്മണ്യനും സദാനന്ദ മന്ദിരത്തിലെ മാർക്കൊക്കെ ആ രോഗം. എന്റെ ക്യാമറയൊക്കെ ഓഫ്ലൈൻ ആക്കി വെച്ചോണ്ട് രോഗമാണ്. എന്തുവാ രോഗമെന്നൊന്നും അറിയത്തില്ല. ഇത് സദയ മന്ദിരമാ ഇത്. ഇപ്പൊ എത്ര മണിയായി? ഇപ്പം മണി 8:03. ഇത് 8:03 സമയം. ഇത് സദയ മന്ദിരം അല്ലാതെ വേറെ എങ്ങും അല്ല. ഇവിടെ ഒന്നും ഒരാണുങ്ങളും ഇല്ല. ഞാനും എൻ്റെ അമ്മയും ഉള്ളു ഇവിടെ. ശരിയൊന്നും നോക്കട്ടെ. ഇതാ സദയ മന്ദിരം ഇത് കേട്ടോ. അവന്മാർ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ ഇനിയിപ്പം എല്ലാം ഓൺലൈൻ ആക്കാൻ വേണ്ടി എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇതാക്കണം. അപ്പോഴത്തേന് വേറെ വാങ്ങുന്നുള്ള ഡ്രാമകൾ പലതായി. നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ. ക്യാമറ വേറെ എവിടെയാണ്. ഇത് ഇവിടുത്തെ ക്യാമറയാണ്, എൻ്റെ ക്യാമറ ഇത്, അല്ലാതെ വേറൊന്നും അല്ല. ഇത് ഈ ക്യാമറ ഇങ്ങനെ ഓഫായി ഓണായെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം മാറുമോ? പുതിയ ടെക്നോളജിയാണ് ഇവന്മാരെ, കള്ള ടെക്നോളജി ഏതാണ്ടെല്ലാം. ഇതെൻ്റെ വീടാണ്, അല്ലാതെ വേറെ എങ്ങും അല്ല. ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ടില്ല. ഇന്നലെ രാജമ്മ പോലീസിനെയൊക്കെ വിളിച്ചായിരുന്നു. പ്രീതായസ് പണിക്കറും രാജമ്മയും കൂടെ പോലീസിനെ വിളിച്ചായിരുന്നു. അല്ല അവര് പോലീസിനെ വിളിച്ചില്ലായിരുന്നു ഇന്നലെ? അല്ലാതെ എന്റെ കാര്യത്തിനല്ലാണോ അവര് പോലീസിനെ വിളിച്ചത്? എന്റെ കാര്യത്തിനല്ലോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്? പിന്നെ രാജമ്മയെന്ന് പറയുന്നവരെ ഇവിടെ ഞങ്ങൾ ഇവിടുന്ന് വിട്ട് എന്നിട്ട് ഇവിടുന്ന് അവരെ പറഞ്ഞു വിട്ടപ്പോൾ അവരെയും കൊണ്ട് ഒരു മെമ്പറും എല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി. അത് അവരെയും കൊണ്ട് പോയി എങ്ങാണ്ട് നിർത്തുന്നതിനായിരുന്നു, മുള്ളിക്കുളങ്ങര. പോയവരുടെയൊക്കെ ഇത് എൻ്റെ കയ്യിലുണ്ട്. ഫോട്ടോസ് ആയതുകൊണ്ട് പോയവരുടെയൊക്കെ ഇത് അങ്ങനെ കുറെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുക. ഇവിടെ ആരാണ്ട് ഓൺലൈൻ കല്യാണം കഴിച്ചു, മറ്റേതാ മറിച്ചേതാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവന്മാർ കള്ളക്കഥകൾ ഉണ്ടാക്കുക. എൻ്റെ ക്യാമറ ഓഫ്ലൈൻ ആക്കുക. ഇതൊക്കെ ഇവന്മാരുടെ പരിപാടി. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവന്മാരെ കൊണ്ട്, ഈ ക്രിമിനലുകളെ കൊണ്ട്. ഒരു ബിജുപി എന്ന് പറയുന്ന ഒരു ക്രിമിനലുണ്ട്. അവനും ഇവന്മാരും കൂടെ സദാനന്ദ മന്ദിരത്തിലെ കുറേ അവന്മാർ, ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അവന് കുറേ അവന്മാർ, പിന്നെ ഒരു മന്ദിരത്തിലൊരു സ്വാമി എന്ന് പറഞ്ഞ കുറേ അവന്മാർ, അവിടെ കുറേ എണ്ണം വരും ഇങ്ങനെ 323 നമ്പർ SNDP. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. എനിക്ക് 146 സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉണ്ട്. അത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി എടുക്കണമെന്നുള്ള രീതിക്ക് ഇങ്ങനെ അങ്ങ് നടക്കുക പുറകിന്.